ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിതാ ഇവിടെ ഗ്രീൻ പീസ് വെച്ചൊരു 4 മണി പലഹാരം ഉണ്ടാക്കുകയാണ് കേട്ടോ. അതായത് ഞാൻ 4-5 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചതാണ്. വൈകുന്നേരം മക്കൾക്ക് സ്കൂളിട്ട് വരുമ്പോഴേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. രാവിലെ മക്കൾ പോയതിനു ശേഷം വെള്ളത്തിലിട്ട് വെച്ചിട്ട് മക്കൾ വന്ന് മേലൊക്കെ കഴുകി വരുമ്പോഴേക്കും അത് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സിമ്പിളായിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഇതിനെന്തൊക്കെ വേണ്ടതെന്നൊന്ന് ആദ്യം നോക്കാം. ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇവിടെ ഉണ്ടായ പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ. ഒരു ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടെ എടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് കാര്യമായിട്ട് വേണ്ടത് മല്ലിച്ചപ്പാണ്. മല്ലിച്ചപ്പിലെ ടേസ്റ്റ് മക്കൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില കുറച്ച് കൂടുതൽ എടുക്കുക കേട്ടോ. കറിവേപ്പിലയും മല്ലിച്ചപ്പും വേണം, പക്ഷെ മല്ലിച്ചപ്പ് ഞാൻ ഇടാത്തതുകൊണ്ട് കറിവേപ്പില കുറച്ച് കൂടുതൽ എടുക്കുകയാണ്. നമുക്കിതിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. കുനുകുന അരിയാൻ തുടങ്ങി അതുപോലെ കുനുകുന അരിഞ്ഞെടുക്കാം. ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സിയിട്ട് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ക്രഷ് ചെയ്ത് കുറന്ന് അടിയണം, അല്ലാതെ അടിയാതെ ആവുകയും ചെയ്യരുത്, നന്നായിട്ട് അടിഞ്ഞു പോവുകയും ചെയ്യരുത്. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം ചെറുതാക്കി അരിഞ്ഞ് വെച്ചതാണ്. നമുക്കത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്. വല്ലാതെ അങ്ങോട്ട് അരിഞ്ഞു പോകാനും പാടില്ല, ഇതേപോലെ വേണം കേട്ടോ. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അതിൽ ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, കറിവേപ്പില എല്ലാം കൂടെ ഇട്ടിട്ട് ഉപ്പും ഇട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഇതാ വലിയൊരു പാത്രത്തിലേക്ക് ഇത് ആക്കിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കേ. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിതാ ഇത് ഫ്രൈ ചെയ്യാനുള്ള ഇതിന് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് പരത്തിയെടുക്കാം കേട്ടോ. അതോ പ്ലീസ് അതിങ്ങനെ ഉണ്ടാക്കുക. അതിങ്ങനെ കയ്യിലിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാക്കുക. ഇത് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഗായ്സ്, നമ്മുടെ ഗ്രീൻ പീസ് വട ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. നല്ല ക്രിസ്പിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.